പിതാവ്, വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു അതിരൂപതയാണ് തൃശ്ശൂർ അതിരൂപത. ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെയാണ് തൃശ്ശൂർ അതിരൂപതയുടെ വിവിധ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നത്. കുണ്ടുകുളം പിതാവ് ജോസഫ് പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അഭിവന്ദ്യ ജോസഫ് കുണ്ടുകുളം പിതാവ് തുടങ്ങിവെച്ച പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളുമുണ്ട്. താഴ്ത്തു പിതാവ് ചുമതലയേറ്റ ശേഷം തുടങ്ങിയ സാന്ത്വനം എന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ടിം ഹാൻസ് എന്ന ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുകയും അക്കാര്യങ്ങളിൽ ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ടിം ഹാൻസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അങ്ങനെയൊക്കെ അടക്കമുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ നയിക്കുന്ന രൂപതയാണ്. ആ പിതാവാണ് അതെല്ലാം നയിക്കുന്നത്. ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു സൂചനകൾ, ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യയിൽ ആനുപാതികമായി നോക്കും കമ്മ്യൂണിറ്റിയുടെ അംഗസംഖ്യയും രാഷ്ട്രനിർമ്മിതിക്കും ഒപ്പം പാവപ്പെട്ട ഒരു ഉദ്ധാരണത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ ക്രൈസ്തവരാണ്. തമസ്കരിക്കാനുള്ള വളരെ പ്ലാൻ സഭാ ശത്രുക്കളുടെ അല്ലെങ്കിൽ ക്രൈസ്തവരെ ഇല്ലാതാക്കി മറ്റുള്ള അവരുടെ മതത്തിൽപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടാനുള്ള ശ്രമമൊക്കെ ഉണ്ട്. പക്ഷേ ക്രിസ്തു ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളപ്പോൾ ഈ എളിയവരെന്ന് പറഞ്ഞ മതം നോക്കി ചെയ്യലല്ല. നമ്മൾ ഒരു സ്ഥാപനത്തിലും മതം നോക്കി ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കില്ലേ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും. ഇപ്പം നമ്മുടെ ഇപ്പോഴുള്ള സ്ഥാപനങ്ങളിൽ തന്നെ ക്രൈസ്തവരെന്ന് മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുള്ളതുകൊണ്ടാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും എന്നും കയറി ഇറങ്ങണേ. കാരണം അവർക്ക് അവകാശമുണ്ടല്ലോ. പക്ഷേ അത് മറ്റേതാണെങ്കിൽ ഒരു വിഭാഗത്തിൽ മാത്രമാണെങ്കിൽ പിന്നെ അവരധികം കയറില്ല. ഇത് പറഞ്ഞൊരു ചുരുക്കം, എന്നും സമൂഹത്തിൻ്റെ ജാതി മതഭേദ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണ്. അതിൽ തൃശ്ശൂർ രൂപത എന്നും മുന്നിൽ തന്നെയായിരുന്നു. അത് ഏറ്റവും മുന്നിലായിരുന്നു കുണ്ടുകുളം പിതാവിൻ്റെ കാലത്താണ്. കാരണം പിതാവിന് പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. കുണ്ടുകുളം പിതാവിൻ്റെ കൂടെ പല വർഷങ്ങൾ ജോലി ചെയ്ത ആളാണ് ഈ ബിഷപ്സ് ഹൗസിൽ തന്നെ. അതുകൊണ്ട് കുണ്ടുകുളം പിതാവിൻ്റെ ശൈലി എനിക്കറിയാം. ഞങ്ങളൊക്കെ ആഗ്രഹിച്ച മറ്റു സമുദായത്തിൻ്റെ ഉദ്ധാരണത്തിന് വിദ്യാഭ്യാസത്തിനൊക്കെ പറഞ്ഞു അതൊന്നും വേണ്ട. ഇപ്പോൾ ഉദാഹരണം, മാർപ്പാപ്പ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സെക്രട്ടറി കൂടി പ്രവർത്തിച്ചതാണ്. മാർപ്പാപ്പ വന്ന് പ്രസംഗിച്ച സ്ഥലത്ത് അത് വാങ്ങിച്ച് ഒരു സ്മാരകം പണിയണമെന്ന് പറഞ്ഞപ്പോൾ കുണ്ടുകുളം പിതാവ് പറഞ്ഞ വാക്കാണ്, മാർപ്പാപ്പ വന്നതിൻ്റെ ഏറ്റവും വലിയ സ്മാരകം ഇത് അവിടെ ഉള്ളൊരു കെട്ടിടമല്ല, നമുക്ക് പാവപ്പെട്ടവർക്ക് അത് നിത്യരോഗികൾക്ക് പണിയാം. അങ്ങനെയാണ് പീസ് ഹോം പണിത്. ഇവിടെ അത് കാശ് ബാക്കി ഉണ്ടായിരുന്നപ്പോൾ അത് വീതിച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ഇത് കഴിഞ്ഞ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതില്ലാതെ പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പുതിയൊരു സ്ഥാപനം മാത്രമാണ് പിതാവ് ആഗ്രഹിച്ചത്. ജോൺ പോൾ പീസ് ഹോം അങ്ങനെ തുടങ്ങിയതാണ്. അതായത് പാവപ്പെട്ടവർ ഉദ്ധരിക്കുന്നു. അപ്പോൾ കുണ്ടുകുളം പിതാവിനെ എപ്പോഴും ക്രിസ്തുവിനെ മാത്രം സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പദ്ധതികളാണ്. അത് തുടർന്നിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം ഒരുപാട് സ്ഥാപനങ്ങൾ അപ്പോഴേക്കും 2007 ആർച്ച് ബിഷപ്പായത്. ആ കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള ഇങ്ങനെയുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ പലതും നടത്തിക്കൊണ്ടുപോകാനും ഏകദേശം പൂട്ടുന്നൊരവസ്ഥയിലായപ്പോഴേക്കും മനസ്സിലായി ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു പുതിയത് തുടങ്ങണേക്കാൾ കൂടുതൽ ഇനി പുതിയ പള്ളികൾ പണിയുന്നതിനെക്കുറിച്ച് അത് തന്നെയായി. കാരണം അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഉള്ളതിന് നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നിട്ടും ഓർഫനേജുകൾ പലതും പൂട്ടേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം രാഷ്ട്രീയമായ, സാമൂഹ്യമായ, നിയമപരമായ പല പ്രതിസന്ധികൾ കൊണ്ട് പല സ്ഥാപനങ്ങളും നിർത്തേണ്ടി വന്നു. മാത്രമല്ല നിങ്ങൾ നിർത്തിക്കോ സർക്കാർ നടത്താമെന്ന് പറഞ്ഞ് പലതിനും തടസ്സങ്ങളുണ്ടാക്കി. പക്ഷേ ഇന്നും ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പദ്ധതികളുള്ളത് അത് വിദ്യാഭ്യാസ സ്ഥാനമാകട്ടെ, ശുശ്രൂഷ, സാമൂഹ്യ സേവനമാകട്ടെ. അതുകൊണ്ടാണ് ഇതിനെല്ലാത്തിനെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമഗ്രമായൊരു വികസനത്തിന് സോഷ്യൽ ആക്ഷന് പുതിയ രൂപവും ഭാവവും കൊടുത്ത് സാന്ത്വനം തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് ക്രിസ്ത്യാനികളുള്ളിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടിരിക്കും. ബൊന്നത്താലയുടെ കാര്യം പറഞ്ഞു, അതിന് പുതിയൊരു ദർശനമാണ്, മറ്റു പലരും ചെയ്യാത്ത ദർശനമാണ്. ക്രിസ്ത്യൻസ് ഏത് ആഘോഷം ഉണ്ടെങ്കിൽ, പെരുന്നാളുകളുണ്ടെങ്കിൽ, എന്തുണ്ടെങ്കിലും പാവപ്പെട്ടവർക്ക് സമൂഹത്തിൽ ഏറ്റവും വേദനിക്കുന്നവർക്ക് ഒരു ഭാഗം നീക്കി വയ്ക്കുക എന്നുള്ളത് ക്രൈസ്തവ ദർശനത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പാവപ്പെട്ടവർക്ക് സ്ഥാപനങ്ങൾ ഇന്നും നിലനിൽക്കുന്നത്. ഇപ്പോൾ പുതിയ പുതിയ നിയമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നടക്കം പല തരത്തിലുള്ള അന്വേഷണങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ
ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും, ഇനി ആവശ്യമില്ലാത്ത ഒരുപാട് നിയന്ത്രണങ്ങൾ FCR കളഞ്ഞു പലതിൻ്റെയും, പിന്നെ ടാക്സുകൾ പലതും കളഞ്ഞു, അല്ലെങ്കിൽ പുതിയ ടാക്സുകളാക്കി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ക്രൈസ്തവ ദർശനത്തിൻ്റെ ഭാഗമാണ് പാവപ്പെട്ടവരെ സഹായിക്കുക. ജാതിയോ മതമോ നോക്കിയിട്ടല്ല, അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. പിതാവേ, നമ്മുടെ ജയിലുകൾ മനപരിവർത്തനത്തിനുള്ള ഒരു ഇടങ്ങളാണ്. അവിടെ സദ്ചിന്തകൾ ഉണ്ടാക്കാനുള്ള ഇടങ്ങളാണ്. അവരെ മനപരിവർത്തനം ഉണ്ടാക്കി നല്ലവരാക്കി കൊണ്ടുവരാനുള്ള ഇടങ്ങളാണ്. പക്ഷേ ഈയിടെ ജയിലുകളിൽ ദിവ്യബലി അടക്കമുള്ള ആത്മീയ പരിപാടികളെല്ലാം നിരോധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പിന്നീട് അത് തിരുത്തുകയും ഉണ്ടായി എന്ന് പറയുന്നു. എന്താണ് പിതാവിന് അതേക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ 36 പേരുടെ കാല് കഴുകിമുത്തുണ്ടായി. ആദ്യം 12 അച്ഛന്മാരുടെ, രണ്ടാമതായിട്ട് 12 എയ്ഡ്സ് രോഗികളുടെ, മൂന്നാമതായിട്ട് 12 തടവറ മക്കളുടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും 36 പേരുടെ ഉണ്ട്. ഈ പ്രാവശ്യം ഞാൻ എറണാകുളത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ബസിലിക്കയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈസ്റ്ററിന് പോകാനെങ്കിലും ആഗ്രഹിച്ചു, പക്ഷെ സാധിച്ചില്ല. ഇതിൽ നേരത്തെ പറഞ്ഞു, സമൂഹത്തിൽ ഏറ്റവും അധികം വേദനിക്കുന്നവരാരാണ് എന്ന് ചോദിച്ചാൽ, ഈ തടവറയിൽ ശിക്ഷിക്കപ്പെട്ട് തടവറയിൽ കഴിയുന്നവർ, അവർക്ക് മാനസാന്തരമുണ്ടായിട്ട് യേശു തന്നെ മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ കാണാൻ വന്നു. അത് യേശു തന്നെ പറഞ്ഞ ഒരു സാമൂഹ്യ സേവന പരോപകാര പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജീസസ് ഫ്രറ്റേണിറ്റിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി, നമ്മുടെ കരിപ്പേരിച്ചിനൊക്കെ അതിൻ്റെ നേതാവായിരുന്നു, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയിലുകളിൽ ചെന്ന് അവിടെ വിഷമിക്കുന്ന വ്യക്തികളെ സഹായിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്രണ്ടായിട്ട് പല പോലീസുകാരായിട്ട് എല്ലാ ജയിലുകളിലും നിരപരാധികളായിട്ടുള്ള കുറേ തടവറ മക്കളുണ്ട്. ഇത് പറയുന്നത് വൈരാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ വന്ന് ഇതൊന്നും നിൽക്കില്ല, ഇങ്ങനെ അറിയാതെ കൊണ്ട് ചെയ്ത തെറ്റിൻ്റെ ഒക്കെ പേരിൽ നിരപരാധികൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇത് വാസ്തവമാണ്. അല്ലെങ്കിൽ ചെയ്ത തെറ്റിൻ്റെ 10 ഇരട്ടിയുള്ള ശിക്ഷ നേടുന്ന അറിയാതെ ഒരു ചെറിയ തെറ്റ് ചെയ്തതിന് അങ്ങനെയൊക്കെ നമ്മുടെ തലവറയിൽ അത് വാദിക്കുന്ന പോലെ കേസിൻ്റെ പോലെയൊക്കെ ഉണ്ട്. ഇവരെ സഹായിക്കേണ്ടത്, തെറ്റ് ചെയ്തിട്ടുള്ളവരെ അവരെ ഉദ്ധരിച്ച് മാനസാന്തരപ്പെടുത്തി കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, കേരളത്തിൽ ജയിലുകളിൽ ഏറ്റവും കൂടുതൽ അവരെ സഹായിച്ചിട്ടുള്ളത് ക്രൈസ്തവരായിട്ടുള്ള ഈ എന്താ പറയുക അച്ഛന്മാരും സിസ്റ്റേഴ്സും മറ്റു സാമൂഹ്യ പ്രവർത്തകരുമാണ്. എന്നാൽ ഇതിനെല്ലാത്തിനെയും ദുരുപയോഗിക്കുന്ന ചിലരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ, പിന്നെ ക്രൈസ്തവരുടെ ഈ സ്വാധീനം ഒന്നും ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്നവരും, ഇതിനെ എന്ത് നല്ലത് ചെയ്താലും ഇതിനെ മതപരിവർത്തനത്തിന് എന്നുള്ള തെറ്റായി വ്യാഖ്യാനം കൊടുക്കുന്നത്. അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളുണ്ട്. എന്ത് നല്ലത് ചെയ്താലും ഒരു പാവടനെ സഹായിച്ചാൽ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഉടനെ ചെല്ലുക, അറസ്റ്റ് ചെയ്യാം. ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് വ്യാഴാഴ്ച 10-15 വർഷമായിട്ട് തന്നെ അതിലും കൂടുതലുണ്ട് ഞാൻ കാല് കഴിയിട്ടുള്ളതാണ്. ഈ വർഷം തടസ്സം പറഞ്ഞു. എന്നാലും ഒരു എക്സെപ്ഷൻ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ, മറ്റുള്ളവർക്കെല്ലാം മുടക്കിയപ്പോൾ. അപ്പോൾ അത് ഈ തടവറയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് സൂപ്രണ്ടുമാർ, ചില ഉദ്യോഗസ്ഥർ തെറ്റിന് കൂട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും അവർ തന്നെ പറയുന്നത് ഇവർക്കൊരു മാനസാന്തരവും മനസ്സമാധാനത്തിൽ ജീവിക്കാൻ ഈ ഗുണ്ടക്കാർ അവരെ അധികം ഈ വർഷം അവരെ വിട്ടില്ല, ഇതിന് വരാൻ അനുവദിച്ചില്ല. കാരണം ഒരുപാട് ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവർ ഒരുമിച്ച് വന്നു ഈ വിയ്യൂർ സെൻട്രൽ ജയിലിൽ. അപ്പോൾ അവരതിൻ്റെ വിഷമങ്ങൾ പറയുകയായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർക്ക് മാനസികവും ശാരീരികവും ആത്മീയവും അതിനേക്കാൾ അപ്പുറത്ത് അവരുടെ ജീവിതത്തിലൊരു നവീകരണം വരുത്താനും, പിന്നെ ജയിലിൽ നിന്ന് പുറത്ത് കിടക്കുന്നവരെ, അതുകൊണ്ടാണ് വെട്ടുകാട് ആശ്രമമൊക്കെ, പുറത്ത് കിടക്കുന്നവരെ പുനരുദ്ധരിക്കാൻ, വീട്ടുകാരെ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ, ചിലപ്പോഴൊക്കെ അവർ കല്യാണത്തിന് സഹായിക്കാൻ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഈസ്റ്ററിന് തൊട്ട് മുമ്പ് DGPയുടെ ഓർഡർ വന്നു, ഇതൊന്നും പാടില്ല എന്ന്. പിന്നെ ഞാനടക്കം മുഖ്യമന്ത്രിക്ക് എഴുതുകയും പിതാക്കന്മാർ ചെന്ന് ഏതായാലും ഈ വർഷം അനുവദിച്ചിട്ടുണ്ട്, അടുത്ത വർഷങ്ങൾ ഉണ്ടാകുമോ ഇല്ലെന്ന് അറിയില്ല. ഇത് സർക്കാർ ചെയ്യേണ്ട നല്ലൊരു കാര്യം.
ഇങ്ങനെയുള്ള NGOs, ജീസസ് ഫ്രട്ടേണിറ്റി പോലുള്ള NGOs ചെയ്യുന്ന ഏറ്റവും നല്ല പരോപകാര പ്രവൃത്തി, അതും തടസ്സം നിൽക്കാനായിട്ട് നോക്കുന്നത് നമ്മുടെ നാടിൻ്റെ കഷ്ടകാലം എന്നേ എനിക്ക് പറയാനുള്ളൂ. പിതാവെ, സമൂഹത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുകയാണ് സീറ്റുകൾ. പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം എന്നുള്ള ഒരു നിയമം പാർലമെൻറ്റ് കുറേ വർഷങ്ങളായിട്ട് പാർലമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. നമ്മുടെ സഭയിലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടതല്ലേ? തൃശ്ശൂർ അതിരൂപതയിൽ സ്വാഭാവികമായിട്ടും പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയിട്ടും ഡോക്ടർ മേരി റജീന നല്ലൊരു സ്ത്രീരത്നം തുടർച്ചയായി 2 തവണ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. പക്ഷേ പൊതുവെ സമൂഹത്തിൽ കൂടുതൽ സഭയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് ഈ ചരിത്രത്തിൽ വിവേചനങ്ങൾ ഉണ്ടായി, സഭയിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. കാരണം പുരുഷ മേധാവിത്വം. എന്നാൽ ഓരോ വർഷം കഴിയും തോറും വാസ്തവത്തിൽ ക്രിസ്തു പറഞ്ഞ ചൈതന്യത്തിൽ തന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യത്വം. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വറ്റിക്കാനത്തെ മിക്കവാറും പല സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ സ്ത്രീകളാണ് അതിൻ്റെ ഹെഡ്സ് ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. നമ്മുടെ സഭയിൽ പണ്ട് സ്ത്രീകൾക്ക് യോഗത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നീട് അനുവദിച്ചു. ഇപ്പോൾ പല ഇടവകളിലും, തൃശ്ശൂർ തന്നെ പല ഇടവകളിലും കൈക്കാരന്മാർ മാത്രമല്ല കൈക്കാരത്തികളും ഉണ്ട്. അതിലൊരു കുഴപ്പമില്ല. പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി 2 ടേമായിട്ട് നമ്മുടെ സ്ത്രീയാണ്, വളരെ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ വറ്റിക്കാനിലും മറ്റുള്ള എല്ലായിടത്തും ഇപ്പോൾ പലതിലുണ്ട്. അതേ സമയത്ത് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഇനി ചില CSI ആംഗ്ലിക്കൻ സഭകളെ പോലെ മെത്രാന്മാരും അച്ഛന്മാരും പെണ്ണുങ്ങളാവണമെന്ന് പറഞ്ഞാൽ അത് തിയോളജിക്കലി കത്തോലിക്ക സഭ അംഗീകരിക്കുന്നതല്ല. അത് മോഹിച്ചിട്ട് ഇനി വന്നാൽ ചിലപ്പോൾ രക്ഷയില്ല. കാരണം അത് കത്തോലിക്ക സഭ അംഗീകരിച്ചത് അത് ദൈവശാസ്ത്രപരമായ കാരണങ്ങളാലാണ്. പിന്നെ വേറൊരു കുറ്റപ്പെടുത്തൽ, കാരണം സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കണം, അവർ വരണം, അവർക്ക് അംഗീകാരം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ദൈവശാസ്ത്രപരമായ ചില അടിസ്ഥാന കാര്യങ്ങൾ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് കത്തോലിക്ക സഭയുടെ പ്രമാണം സ്വീകരിച്ചാലേ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ അച്ഛന്മാരാണ് മുഴുവൻ ഭരിക്കുന്നത്. ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു സൂപ്രമസി അല്ലെങ്കിൽ തെറ്റായൊരു പ്രവർത്തനം. ഞാനിപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർ ഉപതലത്തിൽ, എറണാകുളത്ത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എറണാകുളത്ത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വേറെ തരത്തിലാണ്. തൃശ്ശൂർ ഉപതയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ കർത്താവിനേക്കാൾ നല്ല രീതിയിലാണെന്ന്. കർത്താവിന് 12 ശിഷ്യന്മാരിൽ ഒരുത്തനും ഒറ്റ കൊടുത്തു. ഒരാൾ തള്ളി പറഞ്ഞെങ്കിൽ തിരിച്ചു വന്ന് ലീഡറായി. വേറെ മറ്റു ചിലർ പ്രശ്നം വന്നടിച്ച് ഓടി ഒളിച്ചു. പിന്നെ സബദിപുത്രന്മാർ സ്ഥാനമാനങ്ങളൊക്കെ നോക്കി. അതിൻ്റെ അത്രയ്ക്ക് കുഴപ്പങ്ങളൊന്നും തൃശ്ശൂർ ഉപതലത്തെ അച്ഛന്മാർക്കില്ല. കുറച്ചുകൂടി വെച്ച 1 2 പേരുടെ അല്ലെങ്കിൽ വളരെ ചുരുക്കം പേരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ പൗരോഹിത്യത്തിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്ത ഓട്ടോക്രസി പ്രവർത്തനം, ശബ്ദം, ശാപവാക്കുകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതുമാത്രമാണ് കത്തോലിക്ക സഭയുടെ എന്ന് പറയുന്ന. ഇതുപോലെ തന്നെ ചില തെറ്റായ ജീവിതം നയിക്കുന്ന ചില കന്യാസികളുണ്ട്. ഈ സന്യാസ സമൂഹം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ സമൂഹങ്ങൾ ഇത് മാത്രമായിട്ട് വ്യാഖ്യാനിച്ച് സഭാശത്രുക്കളെ സഭയെ നശിപ്പിക്കാൻ ഇപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം, ഇനി കത്തോലിക്ക സഭയിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇല്ലാതാക്കിയാൽ, അവരെ ദൈവവിളിയിൽ ഇല്ലാതാക്കിയാൽ സഭയെ നശിപ്പിക്കാൻ പിന്നെ ഏതാനും ദിവസങ്ങളെ വേണ്ടു. യൂറോപ്പിൽ സംഭവിച്ചതുപോലെ ഇവിടെ പെട്ടെന്ന് സംഭവിക്കാം. അതുകൊണ്ട് പൗരോഹിത്യ സന്യാസ ദൈവവിളികളെ ഇല്ലാതാക്കാൻ യൂദാസ് 8% ഉണ്ടായി. ഇവിടെ 1% 2% പ്രശ്നമുള്ളൂ. എങ്കിലും അതിന് അതിവർണ്ണനം ചെയ്ത് ഇത് മാത്രമാണ് കത്തോലിക്ക സഭ എന്ന് ചിത്രീകരിക്കുന്നത് എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇതാണ് അതേക്കുറിച്ച് എനിക്ക് സ്ത്രീകളെക്കുറിച്ചും അച്ഛന്മാരെക്കുറിച്ചുള്ള കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. പിതാവേ, ആൾദൈവങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ആൾദൈവം എന്ന് മാത്രമല്ല, പലരും ഞാൻ തന്നെയാണ് ദൈവമെന്ന് ധരിച്ചു വശായി അഹങ്കരിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതേസമയം തന്നെ വിശ്വാസത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കുടുംബങ്ങളുടെ സ്വത്തെല്ലാം തട്ടിയെടുത്ത് ചെറിയ ചില സമൂഹങ്ങൾ രൂപപ്പെട്ടു വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇരിഞ്ഞാലക്കുട പോലുള്ള ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സമൂഹങ്ങളുണ്ട്. അതിനെതിരെ ഒരുപാട് കേസുകൾ ഇപ്പോൾ പോലീസിലും കോടതിയിലും ഒക്കെ ആയിട്ട് വളർന്നു വരികയാണ്. ഇതേക്കുറിച്ച് എന്താണ് പിതാവിന് പറയാനുള്ളത്? ഈ ശീഷ്മകളും സെക്റ്റുകളും ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആദിമസഭ മുതൽ തന്നെയുണ്ട്. അത് വന്നു കഴിയുമ്പോൾ സഭ ഔദ്യോഗികമായി ഇത് തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
കുറേ നാളത്തേക്കൊക്കെ ആകർഷിക്കാൻ പറ്റും. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എംപറർ എമ്മാനുവലിനെ കുറിച്ചാണ് ഫ്രാങ്കോ പറഞ്ഞത്. സന്നാരാധന എന്ന് പറഞ്ഞ് കോതമംഗലത്ത് ഒരു സെക്ട് ഉണ്ടായി. അപ്പോൾ ഈ സെക്റ്റുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകാം. പക്ഷേ അത് ആൾ ദൈവങ്ങളായി മാറി സഭയുടെ പ്രബോധനത്തിനും കൂട്ടായ്മയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നാളത്തൊക്കെ അത് അംഗീകരിച്ച് നടന്നേക്കാം. പിന്നീട് അത് തെറ്റാണെന്ന് പറയുകയും അത് കത്തോലിക്ക സഭയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ കുറേ നാൾ അവർ നടക്കും. അത് കഴിയുമ്പോൾ പൊതുവെ ഇല്ലാതാവുന്നു. എന്നാലും ചില സെക്റ്റുകൾ ശീഷ്മിയായി മാറി വേറെ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ സഭ അതിനെ അംഗീകരിക്കുന്നില്ല. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ അത് തെറ്റാണെന്നെല്ലാം മനസ്സിലാകാത്ത രീതിയിൽ വരുമ്പോൾ അംഗീകരിച്ചിട്ടുണ്ടാകും. അതെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ നല്ലതാണല്ലോ എന്ന് പറയും. ടോം സക്രിയ അല്ലെങ്കിൽ എംപറർ എമ്മാനുവലിൻ്റെ അദ്ദേഹമൊക്കെ കത്തോലിക്ക പള്ളികളിലാണ് എല്ലാം ധ്യാനിപ്പിച്ച് നടന്നിരുന്നത്. വളരെ നന്നായിരുന്നു. പിന്നീടാണ് ആൾ ദൈവമായി മാറിയത്. അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കത്തോലിക്ക സഭയുടെ അല്ലേതാക്കി. അത് ആവുകയും ചെയ്യും. പിതാവേ, നമ്മുടെ കുടുംബങ്ങൾ സഭയുടെയും സമൂഹത്തിൻ്റെയും നട്ടെല്ലാണ് കുടുംബങ്ങൾ. കുടുംബങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് പിതാവ് എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. കുടുംബ കൂട്ടായ്മയുടെ പ്രസക്തിയെക്കുറിച്ച് പറയാറുണ്ട്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സഭയ്ക്ക് വ്യക്തമായ ദർശനം ഉള്ളതുകൊണ്ടാണ് വത്തിക്കാൻ സൂനോസ് മനോഹരമായി പഠിപ്പിക്കുകയും ചെയ്തത്. സാർവത്രിക സഭ, സ്വയാധികാര സഭ, പ്രാദേശിക സഭ, ഗാർഹിക സഭ, ഇങ്ങനെയെല്ലാം തിരിച്ചിരിക്കുന്നത്. ഗാർഹിക സഭയാണ് അടിസ്ഥാന ഘടകം കുടുംബം. അതുകൊണ്ടാണ് കുടുംബത്തിൽ അൾത്താര ഉണ്ടാകണം, പ്രാർത്ഥന മുറി. കുടുംബനാഥൻ ഒരു സഭയുടെ അണുരൂപമാണ്. ഈ ഗാർഹിക സഭയെ തകർത്താൽ സഭയെ തകർക്കാം. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ പല ശക്തികളിൽ, അത് പ്രത്യേകിച്ച് ലൗകായികത്വം എന്ന് പറയും, ഒരു സെക്കുലറിസം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഭാരതത്തിൻ്റെ മതേതരത്വത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും ഒരു വേൾഡ്ലി ആയിട്ടുള്ള ലൗകായികമായ വിശ്വാസപരമായ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച് കുടുംബത്തെ നശിപ്പിക്കുന്നു. അതിൻ്റെ ഏറ്റവും അധികം പരിണത ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനി, മറ്റു മതങ്ങളിലൊക്കെ കൂടുതൽ കുട്ടികളുണ്ട്. 2009 തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂർ രൂപതയിൽ പ്രഖ്യാപിച്ചു 5ാമത്തെ കുഞ്ഞിൻ്റെ മാമൂസിക്ക് ഞാൻ ചെല്ലും. ഇന്ന് ഞാൻ പോയിരുന്നു, വല്ലപ്പോഴൊക്കെ പോട്ടി വരുന്നുള്ളൂ. പക്ഷേ മിക്കവാറും കുടുംബങ്ങളിലും ഒരു കുട്ടിയേ ഉള്ളൂ. തൃശ്ശൂർ അതിരൂപതയിൽ 10-15,000 പേര് ഇന്ന് കല്യാണം കഴിക്കാതെ 35 വയസ്സ് കഴിഞ്ഞ് ആൺപിള്ളേരുണ്ട്, പെണ്ണിന് കിട്ടാണ്ട്. പല ഇടവകളിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ കിട്ടി, പെൺപിള്ളേർ കല്യാണം വേണ്ടാന്ന് പറയുന്നു. അതൊരു കൾച്ചറാക്കി മാറ്റി. ജോലി കിട്ടിയിട്ട് മതി, ഒരു പുരുഷൻ്റെ കീഴിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പുരുഷൻ്റെ സ്ത്രീയുടെ ആ തനിമയെക്കുറിച്ച് തെറ്റായ ഒരു ബോധ്യങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ മറ്റുള്ളവർക്ക് ഇതിനൊരു കുഴപ്പമില്ല, അവർ എത്ര വേണമെങ്കിലും മക്കളുണ്ടാവും, മറ്റൊക്കെ വേണം, അത് പ്രസ്താവിക്കും ക്രിസ്ത്യാനികൾ. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ കുട്ടികൾ നേരത്തെ മറ്റു മതങ്ങളിലായിരുന്നു ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വന്നെങ്കിൽ ഇപ്പം നമ്മുടെ പെൺകുട്ടികൾ വരെ മയക്കുമരുന്നിന് അടിമകളാണ്. ഒത്തിരി പേര് ഈ ഫ്രീ സെക്സ് ഇപ്പം നമ്മുടെ ഇടയിൽ യൂറോപ്പിലെ പോലെ പ്രബലമാക്കാനുള്ള വലിയ ശ്രമങ്ങൾ, അത് കഞ്ചാവ് കൊടുത്ത് ഈ അഡിക്ഷൻ കൊടുത്തിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളെ ശിഥിലീകരിക്കാൻ കുട്ടികളുടെ എണ്ണം വേണ്ട, കല്യാണം വേണ്ട, യുവജനങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. കാരണം പല കാരണങ്ങളുണ്ട്, അവർ പുറത്തേക്ക് പോകണം. അങ്ങനെ ഏറ്റവും അധികം ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമായി മാറി വലിയ വേദനയുണ്ട്. ഷാലോൺ ടി വിയെ പോലെയുള്ള പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുക. മക്കളുണ്ടാകാൻ ദൈവം തരുന്നവർ സ്വീകരിക്കാൻ തയ്യാറാവുക. ഏറ്റവും കൂടുതൽ സമാധാനമുള്ള കുടുംബം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുക. ഇപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവിടെ ജനറൽ മെറിറ്റിൽ വരുന്ന കുട്ടികൾ ആരാന്ന് നോക്കുമ്പോൾ ഒറ്റപുത്രന്മാരെ 2 മക്കളോ കുടുംബങ്ങളിൽ നിന്ന് അധികമൊന്നും ജനറൽ മെറിറ്റിൽ പഠിച്ച് കയറി വരുന്നില്ല. കാരണം വീട്ടിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ വേണം, ഒരു മത്സരം വേണം. വീട്ടിൽ തന്നെ ഈ പാവപ്പെട്ടവരെ ഒട്ടും സഹായിക്കാത്ത കുടുംബങ്ങൾ ആരാന്ന് ചോദിച്ചാൽ, വ്യക്തികൾ ആരാന്ന് ചോദിച്ചാൽ ഒറ്റപുത്രന്മാർ. കാരണം അവരൊരിക്കലും കൊടുത്ത് ശീലമില്ല, മേടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് കൂടുതൽ മക്കളുണ്ടപ്പോൾ ഷെയറിംഗ് ഉണ്ട്. എന്തെങ്കിലും തെറ്റ് വന്നാൽ അല്ലെങ്കിൽ വേദന വന്നാൽ പങ്കുവയ്ക്കാൻ, ക്ഷമിക്കാൻ, സഹിക്കാൻ തയ്യാർ കൂടുതലുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് പഠിച്ച് വലുതാവണമെന്നുണ്ട്, പരസ്പരം സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് മാതാപിതാക്കളെ നോക്കണം. ഇവൻ രാജാവായി വന്നു, എനിക്ക് ഉപകാരമില്ലാത്ത മാതാപിതാക്കളെ വേണ്ട എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് കുടുംബം തകർന്നിട്ടുള്ളതിൽ ഒരു നല്ല ശതമാനം കുടുംബങ്ങൾ നമ്മുടെ കുടുംബങ്ങളായതുകൊണ്ട് ഷാലോം ടി വിയുടെ പ്രേക്ഷകരെ കുടുംബത്തെ രക്ഷിക്കുക. സഭ രക്ഷിക്കപ്പെടുക എന്നതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല.
അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ എല്ലാ നമുക്ക് ഈ ഷാലോൺ ടി വിയുടെ ഇൻ്റർവ്യൂ അവസാനിക്കുകയാണെന്ന് എനിക്കറിയാം. എനിക്ക് ഷാലോൺ ടി വിയിലെ പ്രേക്ഷകർക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ്: നമുക്കാദ്യം നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാം. കുടുംബത്തെ രക്ഷിച്ചാൽ ഇടവക, രൂപത, സഭ രക്ഷിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും പരിശുദ്ധ കന്യാമറിയം പറഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം, അത് എറണാകുളത്തുള്ളവരോടും തൃശ്ശൂരുള്ളവരോടും ലോകത്തിലെല്ലാവരും സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം എന്താ? ലൂക്ക 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതിൻ്റെ വചനം പോലെ. ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട സഭയുടെ പ്രശ്നം തീർന്നു. ഇപ്പോൾ നീതി എന്നാണ് എല്ലാവരും പറയണേ. മത്തായിയുടെ സുവിശേഷത്തിലെ നീതി യൗസപിതാവിനെ കുറിച്ച് പറഞ്ഞു നീതിമാനായിരുന്നു 1:19. നീതിയുടെ നിർവചനം യൗസപിതാവ് കൊടുത്തത് എന്താ? മാലാഖ പ്രത്യക്ഷപ്പെട്ടാലും സ്വപ്നം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ആ കുടുംബത്തെ നീ രക്ഷിക്കണം, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അവളിൽ സംഭവിച്ച് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അപ്പോൾ നീതിക്ക് ദൈവഹിതം എന്ന് പറഞ്ഞ യൗസപിതാവിനെ പോലെയുള്ള കുടുംബനാഥന്മാരാകുക. സ്വാതന്ത്ര്യത്തിന് ദൈവഹിതം എന്ന്, ദൈവത്തിൻ്റെ അടിമ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് മറിയത്തെ പോലെ ആകുക. അങ്ങനെ വരുമ്പോൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ തിരുക്കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളും മാറും. ഷാലോൺ ടി വിയിലെ പ്രേക്ഷകരെ ഈ ഇൻ്റർവ്യൂവിന് എന്നെ കേട്ടിരുന്നതിന് നന്ദി. നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാകുക. അപ്പോൾ നമ്മുടെ സഭ യേശുവിൻ്റെ ദൈവരാജ്യമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നന്ദി.